അത് പാനലിൽ പങ്കെടുത്ത ഡോക്ടർ മൊയ്ൻ മുലയമ്മ, ബാബുരാജ് സാർ, താഹിർ ജമാൽ, കേരള മീൻസ് സാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹപ്രവർത്തകരെ, നമ്മൾ ഈ പാനൽ ഡിസ്കഷൻ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മമ്പുറന്തങ്ങളും അതുപോലെ തന്നെ അയ്യങ്കാളിയുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ വർഷം തോറും സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം നമ്മൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ തിരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള 2 വ്യക്തികൾ അവരുടെ ജീവിതത്തെ സമകാലിക രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്തുക, പുതിയ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഞാൻ സംസാരം നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യ വർഷത്തിൽ മമ്പുറത്തങ്ങൾ സെമിനാറുമായി ബന്ധപ്പെട്ട് ചെമ്മാട് ഇത്തരത്തിലൊരു സെമിനാറിന് ഞങ്ങൾ നേതൃത്വം നൽകുമ്പോൾ വലിയ വർഷത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരുന്നു. മമ്പുറന്തങ്ങൾ ഇങ്ങനെ ഒരു അക്കാദമിക വ്യവഹാരങ്ങളിലേക്ക്, സെമിനാറിലേക്ക്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഐക്കണാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് എന്താണ് അർഹതയുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ തുടങ്ങി വെച്ച ഈ ചർച്ച ഇന്ന് ഇവിടെ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്പുറന്തങ്ങളെ വായിച്ചെടുക്കുന്നതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അതിൻ്റെ സാമൂഹിക നീതിയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഊർജ്ജകേന്ദ്രമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഐക്കണായി ഞങ്ങൾ ആൻറ്റി കൊളോണിയൽ കാലഘട്ടത്തിൽ മമ്പുറന്തങ്ങൾ നടത്തിയിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള അതുപോലെ തന്നെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ, മമ്പുറന്തങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉള്ളടക്കമുള്ള നിലപാടുകൾ, ആശയധാരകളെല്ലാം തന്നെ പുതിയ തലമുറ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ പാനൽ ഡിസ്കഷൻ എന്നുള്ളത്. രണ്ടാമത്, നമ്മുടെ രാജ്യത്ത് വലിയ അർത്ഥത്തിലുള്ള നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നമ്മൾ നിഷ്കാസനം ചെയ്തു എന്ന് പുരോഗമനത്തിൻ്റെ വലിയ ഉത്തുംഗ ദശയിലെത്തിയെന്ന് നമ്മൾ അഭിമാനമുണ്ട്. കേരളത്തിൽ പോലും വർണ്ണാശ്രമത്തെയും അതുപോലെ തന്നെ ജാതീയമായ സവർണ താല്പര്യങ്ങളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടത്തിന് കീഴിൽ കേരളത്തിലെ വിവിധ സംവിധാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേള നമ്മുടെ സാംസ്കാരിക സംവിധാനങ്ങൾ ഭരണകൂടങ്ങൾക്ക് കീഴിൽ പോലും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിൽ വില്ലുവണ്ടി വായിച്ച അതുപോലെ തന്നെ 2 വെള്ള കാളകളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് തലസ്ഥാന നഗരിയിലൂടെ സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ ആഢ്യത്വത്തിൻ്റെ തലക്കെട്ടുമായി നടന്നു നീങ്ങിയിട്ടുള്ള അയ്യങ്കാളിയും നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് രാജ്യത്തെ സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ സവർണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജാതീയമായ മേൽക്കോയ്മയുടെ രാഷ്ട്രീയത്തോട് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ദളിതുകളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിന്മടക്കമില്ലാത്ത പോരാട്ടങ്ങൾക്ക്, സാഹോദര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, ഈ രാജ്യത്തിൻ്റെ ക്യാമ്പസുകളെ, തെരുവുകളെ വീണ്ടെടുക്കാനുള്ള നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ പാനൽ ഡിസ്കഷൻ ഒരു ഹേതുവാകട്ടെ, അതിന് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഫ്രട്ടേണിറ്റി.